അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എങ്ങനെ ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ ഞാൻ 12x² മൈനസ് 7x പ്ലസ് 1. ഓക്കെ, നമ്മൾ ഈ ഒരു ഫാക്ടറൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് ദ മിഡിൽ ടേം മെത്തേഡ് ആണ്. ഓക്കെ, സ്പ്ലിറ്റ് ദ മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. അതായത് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് ഇൻഡിജേഴ്സ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടേ? -7. അതേ സെയിം ഇൻഡിജേഴ്സ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് ലാസ്റ്റ് ടേമിന്റെ വാല്യൂന്റെ പ്രോഡക്റ്റ് ആണ് വേണ്ടത്. അതായത് ഫസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 12ഉം ലാസ്റ്റ് ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം ആണ്. സോ 12 × 1 ആണ് കിട്ടേണ്ടത്. 12 × 1 എന്ന് പറയുന്നത് എത്രയാ? 12 കിട്ടണം. അങ്ങനെ രണ്ട് വാല്യൂ, അതായത് 12 രണ്ട് നമ്പേഴ്സ്, രണ്ട് ഇൻഡിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. പക്ഷേ 6 + 2 എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? 7 കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത നമ്പർ നോക്കാം. 3ൽ 12 വരും അല്ലേ? അപ്പൊ 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. പക്ഷേ 3 + 4 എന്ന് പറയുന്നത് 7 കിട്ടുള്ളൂ. -7 കിട്ടത്തില്ല. -7 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -3 × -4 എന്ന് പറയുന്ന +12 ആണ്. അതുപോലെ -3 എന്ന് പ്ലസ് -4 എന്ന് പറയുന്നത് -7ഉം ആണ്. ഓക്കെ, ഇനി ഇവിടെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 12x² -7x പകരം ഇനി ആരൊക്കെയാ എഴുതാ? -3x -4x. ഓക്കെ, അതിൽ നിന്ന് ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന വാല്യൂവിനെ പുറത്തെടുക്കും. രണ്ട് ടേമിലും വരുന്നത് ആരാ? 3x കോമൺ ആയിട്ട് വരുന്നുണ്ട്. 3x കോമൺ ആയിട്ട് വരുമ്പോൾ അകത്താര് വരും? 4x -1. 3x × 4x എന്ന് പറയുന്നത് 12x². 3x × -1 എന്ന് പറയുന്നത് -3x തന്നെയാണ്. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്ത് വന്നത് തന്നെ അപ്പുറത്തും കോമൺ ആയിട്ട് വരണം. സോ ഇവിടുന്ന് -4x + 1ൽ നിന്ന് ആരെ കോമൺ ആയിട്ട് എടുക്കും? -1നെ കോമൺ ആയിട്ട് എടുത്താൽ മതി. സോ അകത്ത് എന്ത് വരും? 4x -1. അതായത് -1 × 4x എന്ന് പറയുന്നത് -4x തന്നെയാണ്. അതുപോലെ -1 × -1 എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂവിനെ ഇവിടെ താഴെ എടുത്ത് എഴുതും. 4x -1. കോമൺ ആയിട്ട് പുറത്തെടുക്കുന്ന വാല്യൂസ് ആരുടെയൊക്കെയാ? 3x -1. ഇതാണ് നമുക്ക് ഫാക്ടറൈസ് 12x² -7x + 1നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4x -1ഉം 3x -1ഉം ആണ്. ഓക്കെ, ഞാൻ ഇനി വേറൊരു ക്വസ്റ്റ്യൻ തരാം. എന്ന് പറയുന്നത് 6x² + 5x -6 ആണ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും വരാ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടേണ്ടേ? മിഡിൽ ടേം ആയ 5 കിട്ടണം. അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് അതേ സെയിം ഇൻഡിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തും കിട്ടണം? മൈനസ് ഫസ്റ്റ് ടേം ഇൻറ്റു ലാസ്റ്റ് ടേം. അപ്പോ 6 × -6 -36ഉം കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ഇൻഡിജേഴ്സ് വേണം ആലോചിക്കാൻ. ഇപ്പൊ 36 2ൽ വരും. ഏതൊക്കെ നമ്പറിൽ 36 വരുമെന്ന് ആലോചിച്ച് നോക്കാം. 12 × 2 എന്ന് പറയുന്നത് 18 × 2 എന്ന് പറയുന്നത് 36 ആണ്. പക്ഷെ 18 - 2 എന്ന് പറഞ്ഞാലും 5 കിട്ടത്തില്ല. അടുത്തത് ഏതിലാ വരാ? 3ൽ വരും. 12 × 3 എന്ന് പറയുന്നത് 36 ആണ്. 12 - 3 എന്ന് പറയുന്നതും 5 കിട്ടില്ല. അടുത്തത് ഏതാ? അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കാം. 4ൽ 36 വരും. 9 × 4 എന്ന് പറയുന്നത് 36 ആണ്. 9 + 4 9 - 4 എന്ന് പറയുന്നത് 5 കിട്ടും. അപ്പൊ എന്താ? 9 × -4 9 + -4 എന്ന് പറയുന്ന 5ഉം കിട്ടും. 9 × -4 എന്ന് പറയുന്നത് -36ഉം കിട്ടും. അപ്പോ മിഡിൽ ടേമിന് പകരം ആരെയൊക്കെയാ എഴുതാ? 6x² +
9x minus 4x minus 6. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ആരെ കോമൺ എടുക്കും? 3x കോമൺ എടുക്കാം. 3x കോമൺ എടുക്കുമ്പോൾ അകത്താര് വരും? 2x പ്ലസ് 3 എന്ന് കിട്ടും. അതേ സെയിം അപ്പുറത്തും ആക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആരെ കോമൺ എടുക്കും? മൈനസ് 2 കോമൺ എടുക്കും. അപ്പൊ എന്ത് വരും? 2x പ്ലസ് 3 എന്ന് കിട്ടും. ഇവിടെ 3x ഇൻറ്റു 2x എന്ന് പറയുന്നത് 6x² തന്നെയാണ്. 3x ഇൻറ്റു 3 എന്ന് പറയുന്നത് 9x ആണ്. അതുപോലെ തന്നെ മൈനസ് 2 ഇൻറ്റു 2x എന്ന് പറയുന്നത് നെഗറ്റീവ് 4x മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് നെഗറ്റീവ് 6 ആണ്. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ആരാണ്? 2x പ്ലസ് 3 ആണ്. പിന്നെ ആരാണ് വരുന്നത് കോമൺ ആയിട്ട് പുറത്തെടുത്ത്? 3x മൈനസ് 2. അപ്പോ 6x² പ്ലസ് 5x മൈനസ് 6 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2x പ്ലസ് 3 3x മൈനസ് 2 ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.